1973 ജാക്കും ജാനറ്റ് സ്മേളും പെൻസിൽവാനിയയിൽ ഒരു വീട് വാങ്ങി. അവരും അവരുടെ 4 പെൺമക്കളും സന്തോഷമായി ജീവിക്കാൻ ആരംഭിച്ചു. പക്ഷെ ആ വീട്ടിൽ അവരോടൊപ്പം അവരറിയാതെ മറ്റാരോ കൂടി ഉണ്ടായിരുന്നു. ആദ്യമൊന്നും അവർ കാര്യമായി എടുത്തിരുന്നില്ലെങ്കിലും വാതിൽ മുട്ടുന്ന ശബ്ദങ്ങൾ, ഭിത്തിയിൽ നീങ്ങുന്ന നിഴലുകൾ, വീട്ടിലെങ്ങും ഒരു മരവിപ്പിക്കുന്ന തണുപ്പ്, ഇതൊക്കെ നിലനിന്നിരുന്നു. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയത് പിന്നീടാണ്. വീട്ടിലെ നായയെ ഭിത്തിയിൽ വലിച്ചെറിഞ്ഞ് കൊന്നതുപോലെ കാണപ്പെട്ടു. കൂർത്ത നഖങ്ങളുടെ പാടുകൾ ഭിത്തിയിൽ എല്ലായിടത്തും കാണപ്പെട്ടു. ഉറങ്ങുമ്പോൾ ഒരു കറുത്ത എന്തോ രൂപം തന്നെ ആക്രമിച്ചെന്ന് ജാക്ക് പറഞ്ഞു. എന്നാൽ ജാനറ്റ് ആ രൂപത്തെ കണ്ടിരുന്നു. അത് മനുഷ്യനുമല്ല, മൃഗവുമല്ല. അവർ പേടിച്ച് വല്ലാതായിരുന്നു. അവരുടനെ തന്നെ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സായ എഡ് ആൻഡ് ലോറൻ വാരനെ വിളിച്ചു. ലോറൻ പറഞ്ഞ കാര്യം വീട്ടുകാരെ ഞെട്ടിച്ചു കളഞ്ഞു. 1ഉം 2ഉമല്ല, 4 ആത്മാക്കളാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. അതിലൊന്ന് ഒരു ഡീമനായിരുന്നു. എക്സോർസിസവും പ്രാർത്ഥനയും കൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. അയൽപ്പക്കക്കാർ വരെ ചില ദുർഗന്ധങ്ങളും ഭീകര ശബ്ദങ്ങളും വീട്ടിൽ നിന്ന് കേൾക്കുന്നതായി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആ കുടുംബം 1989 അവിടെ നിന്ന് മാറി താമസിച്ചു. ഇതവരുടെ ഭാവനയോ, സ്ട്രെസ്സോ, ഉറക്കമില്ലായ്മയോ, മാനസിക പിരിമുറുക്കമോ, അതോ പേടിയോ, അങ്ങനെ എന്ത് പേരിട്ട് ആളുകൾ വിളിച്ചാലും സ്മേൾ ഫാമിലി ഉറപ്പിച്ചു തന്നെ പറഞ്ഞു, അത് ഞങ്ങൾ ഇമാജിൻ ചെയ്തതല്ല.